നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയുമായി സ്പോട്ട് ലൈവിലേക്ക്. ശബരിമല വീണ്ടും കേരളത്തിൽ കത്തുകയാണ്. ഇത്തവണ ശബരിമല യുവതീ പ്രവേശമല്ല, യുവതീ പ്രവേശം PSC ചോദ്യക്കടലാസിൽ കടന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വലിയ വിവാദങ്ങളായി കത്തിപ്പടരുകയാണ് കേരളത്തിൽ. പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് തുടക്കത്തിൽ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചിരുന്നു, ശബരിമല തിരഞ്ഞെടുപ്പിൽ പ്രചാരണായുധമാക്കരുത്. ആ വിവാദങ്ങൾ കുറെ ദിവസം നീണ്ടുനിന്നു. പ്രത്യേകിച്ചും BJPയും കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ നിലപാടിൽ ഉറച്ചു നിന്നത് ശബരിമല വിട്ടൊരു കളിയില്ല, ശബരിമലയുമായി തന്നെ മുന്നോട്ട് പോകും. ആ വിവാദങ്ങൾ അവിടെ കെട്ടടങ്ങി എന്ന് കരുതിയപ്പോഴാണ് വീണ്ടും ചോദ്യപേപ്പറിലൂടെ ശബരിമല വീണ്ടും വിവാദമായിരിക്കുന്നത്. ശബരിമലയിൽ ആദ്യമായി പ്രവേശിച്ച യുവതികൾ ആരൊക്കെ, സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം പ്രവേശിച്ച യുവതികൾ ആരൊക്കെ, ഓപ്ഷൻ 4കളിൽ കനകദുർഗയും ബിന്ദുവും അടക്കമുള്ള പേരുകൾ വന്നപ്പോൾ അത് വലിയ വിവാദമായി മാറുകയായിരുന്നു. PSC അംഗങ്ങൾക്കടക്കം ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഏതായാലും സംസ്ഥാന സർക്കാർ കഴിഞ്ഞ കുറെ നാളുകളായി ശബരിമല യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട് ആകെക്കൂടി ഒരു കൺഫ്യൂഷനിലാണ്, വല്ലാത്തൊരു പ്രതിക്കൂട്ടിലാവുന്ന ഒരു സാഹചര്യം പലപ്പോഴായി സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നു. പ്രത്യേകിച്ചും സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥമാണെന്നിരിക്കെ ആ നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയപ്പോൾ അതിനെതിരെ ഇതുവരെ കാണാത്ത വലിയ പ്രതിഷേധങ്ങൾ, കോലാഹലങ്ങളൊക്കെ കേരളം കണ്ടതാണ്. പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ വീണ്ടും ശബരിമല യുവതീ പ്രവേശം വീണ്ടും വാർത്തകളിൽ നിറയുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ചും കനകദുർഗയും ബിന്ദുവും നവോത്ഥാന മതിലിന്റെ പിറ്റേ ദിവസം പുതുവർഷ പുലരിയുടെ പിറ്റേന്ന് ശബരിമലയിൽ ദർശനം നടത്തിയപ്പോൾ തന്നെ അതൊരു ചരിത്ര സംഭവമായി മാധ്യമങ്ങൾ ആഘോഷിച്ചിരുന്നു. രാജ്യം മുഴുവൻ അത് ചർച്ച ചെയ്തിരുന്നു. ദേശീയ മാധ്യമങ്ങൾ വരെ അത് വലിയ വാർത്തയായി റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോഴൊക്കെ കേരളത്തിൽ BJPയുടെയും സംഘപരിവാറിന്റെയും നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ വിഷയങ്ങളൊക്കെ അവിടെ കെട്ടടങ്ങി. പിന്നീടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരഞ്ഞെടുപ്പ് സമയത്ത് ശബരിമല പ്രചാരണായുധമാക്കരുതെന്ന് പറഞ്ഞ ടിക്കാറാം മീണയോട് അത് തന്നെ പറയുമെന്ന വലിയ വെല്ലുവിളികളുമായി നേതാക്കന്മാരെത്തിയത്. പിന്നീട് സർവകക്ഷി യോഗത്തിൽ UDFും BJPയും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വച്ചതും ആ നിലപാടാണ്. ശബരിമലയുമായി തന്നെ മുന്നോട്ട് പോകും. വീണ്ടും ഇപ്പോൾ ശബരിമലയും PSCയും ചോദ്യത്തിലൂടെ വാർത്തകളിൽ നിറയുമ്പോൾ ഏത് തരത്തിലായിരിക്കും സംസ്ഥാന സർക്കാർ ഇതിനെ പ്രതിരോധിക്കുക? പ്രത്യേകിച്ച് PSC അംഗങ്ങൾക്കിടയിൽ തന്നെ ഇത് സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പമുണ്ടെന്നിരിക്കെ ഇത് സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല, PSCയെ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇതിന്റെ കോലാഹലങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകളും സൂചിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ സജീവമാകാനുള്ള സാധ്യതകളും ഇപ്പോൾ വരുന്നുണ്ട്. പ്രത്യേകിച്ചും ശബരിമലയെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം അവസാനം വന്ന സുപ്രധാന വിധി അത് രാജ്യം മുഴുവൻ ചരിത്രവിധിയെന്ന് ആഘോഷിച്ചതാണ്. മാധ്യമങ്ങൾ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്തതാണ്. അതിനെ തുടർന്ന് വലിയ സമര കോലാഹലങ്ങൾ സാമുദായിക സംഘടനകൾ തന്നെ ധ്രുവീകരിക്കുന്ന ഒരു കാഴ്ച അതൊക്കെ കേരളം കണ്ടു. രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ചും BJPയും സംഘപരിവാറും അടക്കം ഈ തിരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ മാറ്റിവരയ്ക്കാൻ പോലും ശബരിമലയ്ക്കാകും എന്ന് തോന്നുന്നിടത്താണ് ഇപ്പോൾ കാര്യങ്ങൾ വീണ്ടും ഗതിമാറി വരുന്നത്. PSC ചോദ്യത്തിലൂടെ ശബരിമലയും യുവതീ പ്രവേശവും കനകദുർഗയും ബിന്ദുവും ഒക്കെ വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്നത്. ഏതായാലും കേരളത്തെ സംബന്ധിച്ച് നിർണായകമായ തിരഞ്ഞെടുപ്പ് ചൂടിന്റെ അന്തിമ ചിത്രത്തിലേക്ക് അടുക്കുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം, 2 ആഴ്ചയിലധികം ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ ശബരിമല തന്നെയാണ് പ്രചാരണായുധമായി ഉപയോഗിക്കുക എന്ന് രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തമാക്കുമ്പോൾ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വരെ അടിവരയിട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ചും പത്തനംതിട്ടയിൽ ഏറ്റവും ഒടുവിൽ വരുന്ന സർവേ ഫലങ്ങൾ, ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് അതൊക്കെ സൂചിപ്പിക്കുന്നത് ശബരിമലയിൽ വലിയ വിജയം BJPക്ക് ഉണ്ടാകും. പ്രത്യേകിച്ച് ശബരിമലയിൽ ഒരു അടിസ്ഥാനത്തിൽ വലിയ വിജയം BJPക്ക് ഉണ്ടാകും, പത്തനംതിട്ടയിൽ വലിയ വിജയം BJPക്ക് ഉണ്ടാകും എന്നുള്ള സൂചനകൾ പുറത്തു വരുമ്പോൾ ഈ വിഷയത്തെ വീണ്ടും എങ്ങനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി BJP കേരളത്തിലെ UDF ഉപയോഗിക്കും എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.